ശരത് സർ, ഉറപ്പായിട്ടും എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ബ്യൂട്ടിഫുൾ. താങ്ക് യു താങ്ക് യു താങ്ക് യാമി പാടുമെൻ്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമി. കാര്യം ഞാനിത് ഇപ്പം ധ്യാൻ്റെ കാര്യം എടുത്താൽ തന്നെ ഈ പാട്ട് ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. ആരും കേട്ടിട്ടില്ല ഈ ഒരു പാട്ട്. അതൊരു സങ്കടമാണ്. നമ്മളൊരെണ്ണം ചെയ്തിട്ട് എൻ്റെ വീട്ടുകാർ മാത്രം കേൾക്കാനല്ലല്ലോ ഞാൻ മ്യൂസിക് ചെയ്യുന്നത്, നാട്ടുകാരും കൂടെ കേൾക്കണ്ടേ. അപ്പോൾ അവർ വളരെ കുറച്ച് പേരെ കേട്ടിട്ടുള്ളൂ ഈ ഒരു പാട്ട്. എന്തൊക്കെയാലും അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു എഫർട്ട് എടുത്ത് അത് അത്രയും കഷ്ടപ്പെട്ട് ആ കുഞ്ഞ് പഠിച്ചേക്കുന്നത് നമുക്ക് പറയാതിരിക്കാം. അവൻ പാടുമ്പോൾ ടെൻഷൻ കൂടുതൽ എനിക്കായിരുന്നു. ഞാൻ ശ്വാസമൊന്നും എനിക്ക് നിരജുപയോഗം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഈ പാട്ട്. കുറേ സന്തോഷമായി, കുറേ സന്തോഷം. സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ബദ്രിയിലൂടെ ഈ പാട്ടിനി ഒരുപാട് പേര് എന്തായാലും കേട്ടിരിക്കും. അത്ര മനോഹരമായിട്ടാണ് ബദ്രി പാടിയത്. ധ്യാൻ ചേട്ടാ, എനിക്ക് ധ്യാൻ ചേട്ടന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ധ്യാൻ ചേട്ടന്റെ എക്സ്പ്രഷൻ, എനിക്കിങ്ങനെ ഇവൻ പാടുന്നതായിട്ട് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോ ധ്യാൻ ചേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടല്ലോ. അതായത് പാറു, അതായത് 3 പേജ് ലിറിക്. ഞാനിത് ഇങ്ങനെ ഒന്നിങ്ങനെ മറിച്ച് ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നോക്കുമ്പോ ഇതും കൂടി കഴിയുമ്പോ അവന്റെ മുഖം അങ്ങ് മാറി. എന്താ ഇത്? എന്നിട്ട് ഞാൻ ശരത്തോട് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയുണ്ട്? 13.5 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ 13.5 മിനിറ്റോ? ലോകത്തിലെ ഏറ്റവും വലിയ പാട്ട് ഇതാണോ? അല്ല, ഈ പാട്ട് കുറെ പ്രത്യേകതകളുണ്ട് ഉള്ള പാട്ടാണ് ഇത്. പാട്ട് ശരത് സാറിന്റെ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പാട്ട് ശരത്തേട്ടന്റെ മുന്നിൽ നിന്നിട്ട് പാടാൻ കാണിച്ച അവന്റെ ധൈര്യം, അതിന് വലിയൊരു കൈയടി വേണം, ധൈര്യത്തിന്. പിന്നെ ഗിന്നസ് ലോകത്തിലെ ഏറ്റവും വലിയ പാട്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും മറ്റേ എനിക്ക് വന്ദനത്തില് ജഗദീശങ്ങളൊരു സീനുണ്ട്. ജഗദീശങ്ങള് ചേസ് ചെയ്തിട്ട് ലാലങ്ങളെ ചേസ് ചെയ്ത് ഓടിപ്പോയി എവിടെയൊക്കെയോ ചാടി അവസാനം ഏതോ സ്വിമ്മിങ് പൂളിന് അവിടെ വന്നിട്ട് നിന്നിട്ട് കപ്പ് പിടിച്ച് നിൽക്കുന്നില്ലേ, അതുപോലെ എനിക്കിവിടെ കപ്പ് എവിടെ ഉണ്ടെങ്കിൽ അവൻ ആ ലാസ്റ്റ് കാണിക്കുമ്പോൾ കപ്പെടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ട് തുടങ്ങുമ്പോഴേ ഒരു കയ്യടി വീഴണമെങ്കിൽ അത് ശരത്തേട്ടന്റെ പാട്ടായിരിക്കണം അല്ലേ? സാധാരണ പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കയ്യടി വീഴാറ്. ഇത് പാട്ട് തുടങ്ങിയ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കല്ല, 1 മിനിറ്റ് അല്ല 30 സെക്കൻഡിൽ തന്നെ കയ്യടി വീണു. ഓ, ഇത്രയും പുകഴ്ത്തി സ്ഥിതിക്ക് ശരത് സാറിന്റെ ഒരു പാട്ട് ധ്യാൻ ചേട്ടൻ അഭിനയിക്കാനുള്ള ഭാഗ്യം സാറിന്റെ പ്രതിഷേധമാണ് മലയാള സംഗീത ലോകത്തിനോടുള്ള ഈ പാട്ട്. ഇനി ഇതിൽ പരം വേറൊന്നും ഇല്ലാന്ന്. ശരത് സർ, ഒന്ന് വേദിയിലേക്ക് വരുമോ സർ പ്ലീസ്? എന്റെ ഒരു റിക്വസ്റ്റ്, ഒന്ന് നമ്മുടെ ഫ്ലോറിലേക്ക് ഒന്ന് വരും. ഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമി. ശരത് സർ, ഞാൻ പാട്ട് കേട്ട് ഞെട്ടിയിരിക്കുക. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ലവ് യു ടു സർ. നീ എന്നെ കെട്ടിപ്പിടിക്കാനാണോ അവിടുന്ന് വരുത്തിയത്? അല്ല, എനിക്കിങ്ങനെ പറയാ ഞാൻ. എന്നാലും ആ പാട്ടിന്റെ ഒരു വൈബ് നമുക്കിങ്ങനെ പോകുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ അല്ലേ? തീർച്ചയായും ഒരു അപാര കമ്പോസിഷൻ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവൻ പറഞ്ഞ പോലെ എല്ലാവരോടുള്ള ഒരു പ്രതിഷേധമാണ്. ഒറ്റ കമ്പോസർ ഇതുപോലെ കമ്പോസ് ചെയ്യരുത്, ഒന്നാമത്തെ കാര്യം. ഒറ്റ പാട്ടുകാരൻ ഇതുപോലെ പാടരുത്, രണ്ടാമത്തത് ഒരു ബെഞ്ച് മാർക്ക് പാട്ട്. അതെ, എന്താണ് സർ? താങ്ക് യു ഷാനെ. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റ് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്താം.